ഹലോ ഗൈസ്, മലപ്പുറത്ത് വീണ്ടും ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. ഇന്നലെയും മിഞ്ഞാന്നും ഇന്നലെ മലപ്പുറം എളങ്കൂരിൽ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കൊണ്ടോട്ടിയിൽ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തപ്പോഴും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും മലപ്പുറത്ത് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. ആ കുട്ടിയുടെ പേര് വിവരങ്ങളൊന്നും നമുക്കറിയില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് ആ പെൺകുട്ടിയെ നിർബന്ധിച്ചു വീട്ടുകാർ. നിക്കാഹ് ഒന്ന് നടത്തി വെക്കുകയും ചെയ്തു. പക്ഷേ ആ പെൺകുട്ടിക്ക് ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ച് ആ പെൺകുട്ടി ഷോൾ ഉപയോഗിച്ച് ഫാനിൽ കെട്ടി തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. സോ ഈ കുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഈ ബന്ധത്തിന് സമ്മതിക്കാത്തത് കൊണ്ടുകൂടിയാണ് ആ പെൺകുട്ടി മരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്നിരുന്നാൽ കൂടി ഈ പെൺകുട്ടിയുടെ ഇപ്പോൾ ഈ ഒരു ബോയ് ഫ്രണ്ട് കയ്യിലെ ഞരമ്പ് മുറിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആയിരുന്നു. അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസോ കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ ഒരു ന്യൂസ് ചാനലോ മറ്റൊന്നും കണ്ടില്ല. മറ്റൊരു ഇൻഫർമേഷൻസോ അതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ മാത്രമേ ഇതിനെ എടുക്കാവൂ. അതായത് ഇപ്പോൾ തന്നെ കൊണ്ടോട്ടിയിലെ ഒരു പെൺകുട്ടിയുടെ സൂയിസൈഡും അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഇപ്പോൾ എളങ്കൂരിലെ കേസല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബോയ് ഫ്രണ്ടുമായിട്ട് ആ ഒരു ബന്ധത്തിന് സമ്മതിക്കാത്തതുകൊണ്ടുള്ള ഒരു കുട്ടിയുടെ കേസ്. അപ്പോൾ ഈ രണ്ട് കുട്ടികളും മുസ്ലിം മത വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ ഒരു 18 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ മരിച്ച പെൺകുട്ടിക്ക് ഇപ്പോൾ കൊണ്ടോട്ടിയിലെ പെൺകുട്ടിക്ക് 19 വയസ്സായിരുന്നു. ഈ കുട്ടിക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 18 വയസ്സ് തികഞ്ഞാൽ തന്നെ കെട്ടിച്ചയക്കണം എന്നുള്ള ഒരു പ്രവണത ഒട്ടുമിക്ക മുസ്ലിംസിൻ്റെ ഇടയിലുണ്ട്. ഇപ്പോൾ അത് കുറേ മാറി. പണ്ടൊക്കെ അത് സ്ട്രിക്റ്റ് ആയിരുന്നു. പണ്ട് ഈ ഒരു പ്രായപരിധി വരുന്നതിന് മുന്നേ 18 വരെ കാത്തു നിൽക്കാതെ കെട്ടിക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ 18 വയസ്സായ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവരെന്തോ പുര നിറഞ്ഞ് നിൽക്കുകയാണെന്നോ, അല്ലെങ്കിൽ അവർ ഈ ഒരു പ്രായത്തിലാകുമ്പോൾ തന്നെ അവരെ കെട്ടിച്ചയക്കണം, അതായത് ഇന്നൊരു പ്രായത്തിൽ തന്നെ അവരെ കെട്ടിച്ചയക്കണം എന്നുള്ളത് എന്തോ ഒരു റൂളായിട്ട് അവർ കൊണ്ടു കിടക്കുകയാണ്. അല്ലെങ്കിൽ എന്തോ അന്തസ്സുകേടോ അങ്ങനെ എന്തൊക്കെ ആയിട്ടാണ് അവർ കാണുന്നതെന്ന് തോന്നുന്നു. മാത്രമല്ല നാട്ടുകാരും ഇതിന് സപ്പോർട്ട് ചെയ്യും. അതാണ് കാര്യം. അപ്പോൾ ഇവരിതെന്തോ അപമാനമല്ല, അന്തസ്സില്ലായ്മയാണ്, ഈ പ്രായത്തിൽ തന്നെ കെട്ടിക്കണം എന്നൊക്കെയുള്ള ഒരു റൂള് മനസ്സിൽ വിചാരിച്ചിട്ടാണ് അവർ നടക്കുന്നത്. ഞാനീ പറയുന്നത് എല്ലാ മുസ്ലിംസിൻ്റെയും കാര്യമല്ല. ചിലർ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അതിനെ ആ രീതിയിൽ തന്നെ കാണണം. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ മാത്രമേ എടുക്കാവൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഇപ്പോൾ അതാ വീണ്ടും പറയുന്നു. മഞ്ചേരി എളങ്കൂരിലെ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ഭർത്താവ് ഈ കുട്ടിക്ക് ഒരു ജോലി ഇല്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു കാരണം, ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് ഇപ്പോൾ നമുക്ക് മീഡിയാസിലൂടെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം എത്രത്തോളം അക്സെപ്റ്റബിൾ ആണ് ഈ സമൂഹത്തിനെന്നുള്ളത് എനിക്കറിയില്ല. പെൺകുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസം കൊടുത്ത് അവർക്കൊരു ജോലിയൊക്കെ ആയതിനു ശേഷം കല്യാണം നടത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളെത്തണം. അതായത് ഈ പെൺകുട്ടികൾക്ക് സ്വയം പര്യാപ്തത എന്ന് പറയും. അതായത് സ്വന്തം കാര്യം നോക്കാൻ അവരെ കൊണ്ട് കഴിയണം. അങ്ങനെ ഒരു അവസ്ഥയിൽ മാത്രമേ അവരെ നിങ്ങൾ വിവാഹത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കാവൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. ചിലർ അതിനെ പ്രതികൂലിക്കുന്നവരുണ്ടാവും. അവർ പറയുന്നതും പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ഒരുപാട് പ്രായമൊക്കെ ആവും, ചിലപ്പോൾ ഇങ്ങനെ പഠിച്ചൊക്കെ വരുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. എന്നിരുന്നാൽ പോലും ഒരു സ്വയം പര്യാപ്തത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് പറ്റുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ്. എളങ്കൂരിലെ കുട്ടിയുടെ കേസ് മാറ്റിവെച്ച് നമുക്ക് മറ്റ് 2 കേസുകൾ എടുത്താൽ ഈ പെൺകുട്ടികൾക്ക് 19, 18 ഒക്കെ വയസ്സേ ആയിട്ടുള്ളൂ. എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു ഡിഗ്രി ലെവൽ സ്റ്റുഡൻസ് ആയിരിക്കും ഇവരൊക്കെ. അപ്പോൾ ഇവർക്ക് ഒരു നല്ല ജോലി കിട്ടിയതിന് ശേഷമൊക്കെ ആണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഒരു പരിധി വരെ ഈ 19 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞത് ഈ ഒരു 19ാമത്തെ വയസ്സിൽ തന്നെ കൊണ്ടോട്ടിയിലെ പെൺകുട്ടിയാണ് തൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോയല്ലോ എന്നൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു നല്ല ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും, ആത്മഹത്യയിലേക്കൊന്നും ആ കുട്ടി പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.